ന്യൂമാഹി ഇരട്ട കൊലപാതക കേസിൽ പ്രതികളെ എല്ലാവരെയും വെറുതെ വിട്ടു എന്നുള്ള വാർത്ത RSS BJP പ്രവർത്തകരായ വിജിത്ത സിനോജ് എന്നിവരെ 2010 കൊലപ്പെടുത്തിയ കേസിലാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. കൊടിസുനി, മുഹമ്മദ് ഷാഫി എന്നിവരടക്കം 16 പേരാണ് കേസിലെ പ്രതികൾ. ഈ പ്രതികളെ എല്ലാവരെയും വെറുതെ വിട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരുൾപ്പെടെ 16 ആളുകളാണ് ഈ കേസിലെയും പ്രതികൾ. കേസിലെ വിചാരണയ്ക്ക് ജയിലിൽ നിന്നെത്തിയ സുനി ഹോട്ടലിലെ പാർക്കിംഗ് സ്ഥലത്ത് സഹതടവുകാരോടൊപ്പം മദ്യപിക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദങ്ങളായിരുന്നു. ആ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. കൊടിസുനി അടക്കം പ്രതിയായ ഒരു കേസാണ് ഈ ന്യൂമാഹി ഇരട്ട കൊലക്കേസിലാണ് ഇപ്പോൾ 16 പേരെ വെറുതെ വിട്ടിരിക്കുന്ന സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ്. ഫെലിക്സ്, വിധിയുടെ വിവരങ്ങൾ. അതായത് തലശ്ശേരി ന്യൂമാഹിയിലെ RSS പ്രവർത്തകരായ വിജിത്ത്, ഒപ്പം തന്നെ സിനോജ്, ഈ രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് മുഴുവൻ പ്രതികളെയും ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഈ തെളിവുകളുടെ അഭാവത്തിൽ ആകെ കേസിൽ 16 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ആ 16 പ്രതികളിൽ 2 പേർ നേരത്തെ വിചാരണക്കിടെ മരിച്ചിരുന്നു. ശേഷിക്കുന്ന 14 പ്രതികളും കുറ്റക്കാരല്ല എന്നാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. തെളിവുകളുടെ അഭാവമാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് ഈ കേസ് 2010 മെയ് മാസം 28-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് തലശ്ശേരിയിലെ ന്യൂമാഹി പെരിങ്ങാടി എന്ന സ്ഥലത്താണ് ഈ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന വിജിത്ത്, ഒപ്പം സിനോജ്, ഈ 2 RSS പ്രവർത്തകരെയും ബോംബ് എറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിൽ മൊത്തം കൊടിസുനി ഇതിൽ 2ാം പ്രതിയാണ്, മുഹമ്മദ് ഷാഫി ഇതിൽ 4ാം പ്രതിയാണ്. ഈ പ്രതികൾക്കെതിരെ ഉള്ള കുറ്റം തെളിയിക്കാനായില്ല പ്രോസിക്യൂഷന് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഴുവൻ പ്രതികളെയും തലശ്ശേരി കോടതി വെറുതെ വിട്ടിരിക്കുന്നത്.